ഹലോ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാര്യത്തിനെ എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനുള്ള ചില ടിപ്സാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും, എനിക്കും അതെ, ഒരേപോലെയുള്ളൊരു കാര്യമാണ് ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങളെങ്കിലും മാറ്റി മാറ്റി വെക്കുന്ന സ്വഭാവം. അതിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അച്ചീവ് ചെയ്യാൻ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇതുപോലെ ഡിലേഡ് ആയി പോവും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നു എന്ന് പോലും വരില്ല. നമ്മളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയം മുഴുവൻ നമ്മൾ ഇതുപോലെ തന്നെ വേണ്ട, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, പിന്നെ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് മാറ്റി മാറ്റി വെച്ച് ആ ഒരു കാര്യം പിന്നീട് നമ്മൾ ഒരിക്കലും ചെയ്തു എന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് മുതൽ വലിയ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സ്വഭാവത്തിലെ പ്രത്യേകത ഒരുപക്ഷെ അഫക്റ്റ് ചെയ്തേക്കാം. ഇതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? ചില നിസ്സാരമായിട്ടുള്ള സ്റ്റെപ്സിലൂടെ നമുക്കത് ചെയ്യാവുന്നതാണ്. എൻ്റെ ലൈഫിലും പല കാര്യങ്ങളും ഞാനങ്ങനെ ചെയ്യുന്നൊരാളാണ്, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നൊരാളാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങളിലെങ്കിലും പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാര്യത്തിനെ മാറ്റിവെക്കാൻ ഞാൻ യൂസ് ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന അത്തരം കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് തിങ് ആയിട്ട് പറയാനുള്ളത് വിഷ്വലൈസ് ദ എൻഡ് റിസൾട്ട് എന്ന് പറയുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അൾട്ടിമേറ്റ്ലി ഒരു ഗോൾ ഉണ്ടാവും. നമ്മളത് എഴുതി വെച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിൽ ഒരു പ്ലാൻ ആയിട്ടെങ്കിലും അത് കിടക്കുന്നുണ്ടാവും. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും കാര്യം ദിവസവും അതിനുവേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടായേക്കാം. ഈ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നമ്മുടെ ഈ ഗോള് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലുണ്ടാവുക? നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേർന്നേക്കാം. അത്തരത്തിൽ നമ്മുടെ സിറ്റുവേഷനും നമ്മളും ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും മാറുന്നത് എന്നുള്ളത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക. എത്ര ബ്യൂട്ടിഫുള്ളായിരിക്കും നമ്മുടെ അപ്പോഴത്തെ ജീവിതമെന്ന് മനസ്സിലൊന്ന് വെറുതെ സങ്കല്പിച്ച് നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട്, ആ ടാസ്ക് ചെയ്യാനുള്ള നല്ലൊരു മോട്ടിവേഷനാണ്. ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, എല്ലാ ദിവസങ്ങളിലും തീർച്ചയായിട്ടും നമ്മളിത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. കഴിയുമെങ്കിൽ ഇതൊരു വിഷൻ ബോർഡായിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ റൂമിൽ, അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ ഫ്രണ്ടിലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു ബുക്കിൻ്റെ കവർ പേജായിട്ട് ഒക്കെ ഈ ഒരു ഗോളിനെ കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഗോള് വ്യക്തമായിട്ടൊന്ന് എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ടെക്നിക്കാണ്. ഇടയ്ക്കെങ്കിലും നമ്മൾ നമ്മുടെ ആ ഗോളിനെ മറന്നു പോകുമ്പോൾ ഇതൊരു റിമൈൻഡർ ആയിരിക്കും നമുക്ക്. നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ആ ലക്ഷ്യത്തിനെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അതുതന്നെയാണ് നമുക്ക് എന്ത് ടാസ്കും, ആ ഗോള് അച്ചീവ് ചെയ്യാനുള്ള എന്ത് ടാസ്കും എനർജറ്റിക് ആയിട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ഡെഡ് ലൈൻസ് എന്നുള്ളതാണ്. ഒരു കാര്യം എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്നാണെങ്കിൽ നമ്മളത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. അത് ഹ്യൂമൻ നേച്ചറാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. സാവകാശം പിന്നെ ചെയ്യാം, കുറച്ചുകൂടി റിലാക്സൊക്കെ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയൊക്കെ സമയം കണ്ടെത്തിയതിന് ശേഷം പിന്നീട് സാവകാശം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഡിലേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ആ ഗോള് എത്ര നാളുകൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യണം, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സ്റ്റെപ്സ് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നമുക്കൊരു ഡെഡ് ലൈൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ മാസവും കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടാവണം. അതിനുവേണ്ടി ഓരോ ദിവസവും എടുക്കേണ്ട ആക്ഷൻ സ്റ്റെപ്പ് എന്താണെന്നും നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് പൊതുവെ ബുദ്ധിമുട്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ഉത്സാഹം കൂടുതലായിരിക്കും. ഇത് രണ്ടായിരുന്നാലും ഫലത്തിൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാര്യത്തിനെ ഒഴിവാക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്ലിയർ ആയിട്ട് ഡെഡ് ലൈൻസ് സെറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യമാണ് സെറ്റ് എ ടൈമർ എന്ന് പറയുന്നത്. ഇനി ഗോൾസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമല്ലോ, ആ സമയത്ത് നമുക്ക് ഒരു മടിയൊക്കെ തോന്നും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഏതാണ്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എടുത്താലേ തീരുള്ളൂ എന്ന് പറയുന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്കത് കുറച്ച് മടിയായിട്ടും, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്താലോ എന്ന് പറയുന്ന തോന്നലായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ വേറെയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പോമഡോറോ ടെക്നിക്കിൻ്റെ കാര്യം. പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് പോമഡോറോ ടെക്നിക്ക്. അതായത് ഒരു വർക്കിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ അറ്റൻഷൻ പതിയെ വേറൊരു കാര്യത്തിലേക്ക് പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് എന്ത് കാര്യവും ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ബ്രേക്സ് കൂടി നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 25 മിനിറ്റ് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് എന്നുള്ള രീതിയിൽ ഒരു ടൈമർ നിങ്ങൾ സെറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ 25 മിനിറ്റ് ചെയ്താൽ മതിയല്ലോ, അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടല്ലോ എന്ന് പറയുന്ന തോട്ട് തീർച്ചയായിട്ടും ആ 25 മിനിറ്റ് നിങ്ങളെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇത് കുറച്ചുകൂടി മടിയന്മാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ടൈം ഒന്ന് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് മാറ്റുക. അതായത് തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് ജോലി 5 മിനിറ്റ് ബ്രേക്ക് എന്നുള്ള രീതിയിലും നമുക്കത് പ്ലാൻ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാ ജോലിയും നമുക്ക് ഒരേപോലെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോമഡോറോ ടെക്നിക്ക് അനുസരിച്ച് 25 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് 10 മിനിറ്റ് എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം, അല്ലെങ്കിൽ 1 അവർ കഴിഞ്ഞിട്ട് ബ്രേക്ക്, ആ രീതിയിലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിയൊരു ടാസ്ക് ചെയ്യാനുള്ള സമയത്ത് പോമഡോറോ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. എസ്പെഷ്യലി ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ആ ഒരു വർക്ക് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യമാണ് ബ്രേക്ക് ഡൗൺ ദ ടാസ്ക്സ് എന്നുള്ളത്. വലിയൊരു ടാസ്ക് ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. ഏത് സ്റ്റെപ്പാണ് ആദ്യം ചെയ്യേണ്ടത്, അത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. അത് ഒരു സെറ്റാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു 10 മിനിറ്റോ 20 മിനിറ്റോ കൊണ്ട് ചെയ്യേണ്ട അടുത്ത കാര്യം അടുത്ത ഇന്ന സമയത്ത് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ചെയ്യാനുള്ള വലിയ ജോലിയെ ഒന്ന് ഡിവൈഡ് ചെയ്ത് പാർട്സായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ക്ലാരിറ്റി കിട്ടും. വലിയൊരു ടാസ്ക് ആണല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു വിഷമം നമുക്ക് മാറും. അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള നമ്മുടെ മൈൻഡിൻ്റെ മടി മാറിക്കിട്ടും. നമ്മുടെ ബ്രെയിനിന് എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം. നമ്മുടെ ബ്രെയിനിന് ടഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മടി ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ വലിയ ടാസ്കിനെ ചെറിയ സ്റ്റെപ്സായിട്ട് ഡിവൈഡ് ചെയ്യുക. അത് കാണുമ്പോൾ ചെറിയൊരു കാര്യമല്ലേ ആദ്യം ചെയ്യേണ്ടൂ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് ചെയ്യാനുള്ളൊരു ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ ടാസ്ക് ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ടാസ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങാം. അടുത്തൊരു കാര്യമാണ് റിമൂവ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് ഒരുപോലെയല്ല. പക്ഷേ ഫോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു കാലഘട്ടത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് വേണം അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങളുടെ വർക്ക് സ്പേസിൽ നിന്ന് നിങ്ങളുടെ ആ ഡിസ്ട്രാക്ഷനെ ഒന്ന് മാറ്റി വയ്ക്കുക. അതിപ്പോൾ ഫോണാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ ഫോൺ സൈലൻറ്റ് മോഡിലിടാം. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് നിന്നും ഫോണൊന്ന് മാറ്റി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഫോൺ തന്നെ ആവണം എന്നില്ല, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏതെങ്കിലും വ്യക്തികളായിരുന്നാലും മതി. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും മാറിയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 6ാമത്തെ പോയിൻ്റാണ് സ്റ്റാർട്ട് വിത്ത് ദ ഈസിയസ്റ്റ് ടാസ്ക് എന്നുള്ളത്. ഒരുപാട് വലിയ ടാസ്ക് ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ ഏതാദ്യം ചെയ്തു തുടങ്ങണം എന്ന് പറയുന്ന കൺഫ്യൂഷൻ നമുക്കുണ്ടായേക്കാം. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ബ്രെയിനിന് ചെയ്യാനിഷ്ടം. അപ്പോൾ ഒന്ന് തുടങ്ങി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ടാസ്കിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. അതാവുമ്പോൾ നമുക്ക് മടി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇത് സിമ്പിളല്ലേ, ഇത് ചെയ്യാം ആദ്യം എന്ന തോന്നൽ നമുക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് ആ സിമ്പിളാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ കാര്യം വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പതിയെ നമ്മൾ ആ ഒരു ടാസ്കിലേക്ക് കടന്നു കഴിയുമ്പോൾ, സിമ്പിളായിട്ടുള്ള ടാസ്ക് അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കിലേക്ക് പോകാനായിട്ട് ആ ഒരു മൊമെൻറ്റം കറക്റ്റായിട്ട് വരുമ്പോൾ, നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു റിതം തനിയെ കറക്റ്റായി വരുമ്പോൾ നമുക്ക് 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്സിലേക്ക് കടക്കാനായിട്ട് എളുപ്പമായിരിക്കും. തുടക്കത്തിലേ ഉള്ളൊരു മടി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം.
അത് കഴിഞ്ഞ് അതിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തുടക്കത്തിലെ മടി ഒഴിവാക്കാനായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് സ്റ്റാർട്ട് വിത്ത് ദ ഈസിയസ്റ്റ് ടാസ്ക് എന്നുള്ളത്. ഇനി അടുത്തൊരു പോയിൻ്റാണ് ലിമിറ്റ് പെർഫെക്ഷനിസം. ഇതും വലിയൊരു പ്രോബ്ലമാണ്. നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഏറ്റവും നന്നായിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന തോട്ട്. പെർഫെക്റ്റ് ആവുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. എല്ലാം കൃത്യമായിട്ടും ഭംഗിയായിട്ടും ചെയ്യണമെന്ന് പറയുന്ന ചിന്ത നല്ലതാണ്. പക്ഷെ അത് ഓവറായി കഴിയുമ്പോൾ ഈ സാഹചര്യങ്ങളൊന്നും ഒത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ, അഥവാ പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ജോലി തീർത്ത് വയ്ക്കാം എന്ന് പറയുന്ന ചിന്ത നമുക്ക് ഉണ്ടാവില്ല. പകരം നമ്മൾ ചിന്തിക്കുന്നത് എന്താ, എല്ലാ സാഹചര്യങ്ങളും പെർഫെക്റ്റായിട്ട് വന്നിട്ട് അത് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുകയും പിന്നീട് ഒരു പക്ഷേ ആ ഒരു കാര്യം നടക്കാതെ പോവുകയും ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രസ്സിനെ തടയുന്നൊരു കാര്യമാണ് പെർഫെക്ഷനിസം. നമ്മൾ ഓരോ ദിവസവും ബെറ്റർ ആവാനായിട്ട് ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷേ ഏറ്റവും പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കാനായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചിലപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടാസ്ക് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓവർ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും ആ ജോലി മാറ്റി വയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 1 മണിക്കൂർ കിട്ടട്ടെ എപ്പോഴെങ്കിലും, അപ്പോൾ ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കും. ഈ ഒരു മാറ്റിവെക്കൽ എന്ന് പറയുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പല നേട്ടങ്ങളെയും തടയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും പെർഫെക്ഷനിൽ അത് ചെയ്യാം. അതിലപ്പുറം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നല്ലൊരു സമയം നോക്കി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെർഫെക്ഷനിസം, ഓവർ പെർഫെക്ഷനിസം എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കുക. നമ്മൾ എയിം ചെയ്യേണ്ടത് പെർഫെക്റ്റ് ആവാനല്ല, പ്രോഗ്രസ് ഉണ്ടാവാനാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം ഇതിനേക്കാൾ ബെറ്ററായിട്ട് നാളെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനേക്കാളും ബെറ്ററായിട്ട് മറ്റന്നാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി എടുക്കേണ്ടത്. ഇനി അടുത്തത് എന്നെപ്പോലെ കുഴിമടിയന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളൊരു കാര്യം കൂടിയാണ്. മിക്കവാറും വീഡിയോ എഡിറ്റിങ്ങിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് കുറച്ച് മടി തോന്നാറുണ്ട്. ഒന്ന് തുടങ്ങി കിട്ടിയാൽ ഞാനത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് മാറ്റി വയ്ക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തുടങ്ങി കിട്ടാനുള്ളൊരു സ്ട്രഗിൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ഇന്ന് ടയേർഡാണ്, ഇന്ന് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നൊരു ടെക്നിക്കാണ്, ഒരു 5 മിനിറ്റിലേക്ക് മാത്രമേ ഞാനിത് ചെയ്യുള്ളൂ. ഇന്നൊരു 5 മിനിറ്റ് ചെയ്യാം, മടിയാണ് എന്നുണ്ടെങ്കിൽ നാളെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിനോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഞാനത് തുടങ്ങി വയ്ക്കും. അങ്ങനെ തുടങ്ങി വയ്ക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ തുടങ്ങി കിട്ടാനാണ് മടി. എന്ത് കാര്യവും ചെയ്ത് തുടങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാനായിട്ട് ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. നിങ്ങൾക്ക് അത്രയും മടിയാണ് ഒരു ടാസ്ക് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ടെക്നിക്കാണ്. ഗോ ഫോർ ഇറ്റ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈവൻ ഫോണിൽ അലാം വെച്ചിട്ട് വരെ നമുക്കിത് ചെയ്യാവുന്നതാണ്. 5 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ഈ ടൈമിന് മാത്രമേ ഞാനിത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞാൽ 5 മിനിറ്റല്ല, 10 മിനിറ്റല്ല, അത് കഴിഞ്ഞിട്ട് കുറേ അധികം നേരത്തേക്ക്, ഇനി ഈവൻ ആ ടാസ്ക് ഫിനിഷ് ചെയ്യുന്നത് വരെ പോലും നിങ്ങളത് ചെയ്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടങ്ങാൻ മടിയുള്ളവർക്ക് ഇത് നല്ലൊരു ടെക്നിക്കാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് ചേഞ്ച് യുവർ എൻവയോൺമെൻറ്റ് എന്നുള്ളത്. നിങ്ങളുടെ വർക്ക് സ്പേസ് ഒരു പക്ഷേ ഒരുപാട് ഡിസ്ട്രാക്റ്റീവായിരിക്കാം. ആ ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നുണ്ടാവും. അത്തരത്തിലുള്ളൊരു വർക്ക് സ്പേസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് മാറി നോക്കുക. ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. എക്സാമ്പിളായിട്ട് അടുക്കള ജോലികളൊക്കെ ആണെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. എന്തായാലും അവിടെ നിന്ന് തന്നെയാണ് ആ ജോലി ചെയ്യേണ്ടത്. അതേസമയം നിങ്ങളൊരു വർക്കിംഗ് പേഴ്സണാണ്, എസ്പെഷ്യലി നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എൻവയോൺമെൻറ്റ് ഒന്ന് മാറ്റി നോക്കുക. ഇടയ്ക്കെങ്കിലും പുറത്തിറങ്ങി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുന്നതിന് പകരം മറ്റൊരു സ്ഥലം ഓപ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് പഠിച്ചു നോക്കാവുന്നതാണ്.
ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എൻവയോൺമെൻറ്റ് മാറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ ആ ഒരു മൂഡിനെ ഒന്ന് എലവേറ്റ് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാനും കുറച്ചുകൂടി ആ വർക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് എൻവയോൺമെൻറ്റ് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്ന് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത്, നമുക്കൊരു ഗോളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ദിവസം ഇന്ന ടാസ്ക് ചെയ്യാനുണ്ട്, അത് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ആരോടും നമുക്കിത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ചിലപ്പോൾ കുറച്ച് അധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ചിലപ്പോൾ നമ്മളത് ഡിലേ ചെയ്ത് ആ ഗോൾ ചിലപ്പോൾ നടന്നു ഒന്നും വരില്ല. അപ്പോൾ ഇതിൽ ഒരു നല്ല മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ ഗോള് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഈ ഒരു ടാസ്ക് മറ്റു ചിലരോട് കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിത് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു എയിം നമുക്കുണ്ട് എന്നുള്ളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. മറ്റുള്ളവരോടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ ജലസായിട്ടുള്ള ആളുകളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനിമി കൈൻഡ് ഓഫ് തിങ്കിങ് ഉള്ള ആളുകളോടോ ഒക്കെ പറയുന്നത് ഒരിക്കലും ഉചിതമല്ല, അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോടൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഇന്നൊരു ഗോൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇത്ര വീക്സ് കൊണ്ട് ഞാനത് അച്ചീവ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു വെച്ചേക്കുക. ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ആ ടാസ്കിനോട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് പാലിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ആ ജോലി, ആ ടാസ്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. മറ്റൊരാളോട് പറഞ്ഞു പോയല്ലോ എന്ന് പറയുന്നൊരു ചിന്ത കൊണ്ടെങ്കിലും ആ ഒരു കാര്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഇന്നൊരു റീഡിങ് ഗോളുണ്ട്, ഒരു മാസം കൊണ്ട് ഞാൻ ഇത്ര ബുക്സ് വായിക്കും, അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് ഞാൻ വെയിറ്റ് കുറക്കും അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടും, അല്ലെങ്കിൽ എൻ്റെ ഗോൾ ഇതാണ്, ഈ ഗോൾ ഞാനൊരു 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യും എന്നൊക്കെ ഒരാളോട് പറഞ്ഞു നോക്കുക. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അയാളോട് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും അയാളത് നമ്മളോട് ചോദിക്കുമല്ലോ എന്ന് പറയുന്നൊരു ചിന്ത കൊണ്ടെങ്കിലും നമ്മൾ ആ ടാസ്ക് ചെയ്തു തുടങ്ങും. അപ്പോൾ ഇത്തരത്തിൽ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായിട്ട് ഒരാളുണ്ടായിരിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. നമുക്കിതുപോലെ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.